ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന സ്റ്റഡി മെറ്റീരിയലിലെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 7 ആണ്. ദിസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, നല്ല കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അഗ്രിഗേഷൻ ക്രൈറ്റീരിയ ഒരു എക്സാമിന് ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ദി കൻ ആസ്ക് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ എക്സാമിന് ചോദിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ടി ലിമിറ്റഡ് ഈസ് എൻഗേജ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് സെക്ടർ റണ്ണിങ് എ ഫ്ലീറ്റ് ഓഫ് ബസ്സസ് അറ്റ് ഡിഫറെൻറ്റ് റൂട്ട്സ്. ടി ലിമിറ്റഡ് ഹാസ് ഐഡൻറ്റിഫൈഡ് 3 ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ്. ഓക്കെ, ടി ലിമിറ്റഡിന് ട്രാൻസ്പോർട്ട് സെക്ടറിലാണ് 3 ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് അവർ ഓൾറെഡി ഐഡൻറ്റിഫൈഡ് ഉണ്ട്. സെഗ്മെൻറ്റ് 1 ഇസ് ലോക്കൽ റൂട്ട്, സെഗ്മെൻറ്റ് 2 ഇസ് ഇൻ്റർസിറ്റി റൂട്ട്, സെഗ്മെൻറ്റ് 3 ഇസ് കോൺട്രാക്ട് ഹയർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടേ. അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചാൽ, സെഗ്മെൻറ്റ് 1, the local transport authority awards the contract to ply the buses at different routes for passengers. These contracts are awarded following a competitive tender process. The ticket price paid by passenger are controlled by the local transport authority. T would charge the local authority local transport authority on a per kilometer basis. Okay, ഇതാണ് സിറ്റുവേഷൻ. എന്താണ്, നമുക്കവിടെ ബസ്സിൻ്റെ റൂട്ട് ലോക്കൽ അതോറിറ്റി അവർക്ക് അലോട്ട് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ ബിഡിനെടുത്തിട്ട് ഒരു ടെൻഡറിങ് പ്രോസസ്സിൽ ബിഡിനെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് റൂട്ടൊക്കെ അനുവദിച്ച് തരിക. ഇനി ടിക്കറ്റിൻ്റെ പ്രൈസ് ലോക്കൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അവർ തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഫിക്സ് ചെയ്തേക്കുന്നത്. ടിക്കറ്റ് പ്രൈസ് പെയ്ഡ് ബൈ പാസഞ്ചേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ദം. ഇനി ടി ലിമിറ്റഡിന് എന്ത് ചെയ്യാം, എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതിൻ്റെ ബേസിസിൽ നമ്മളുടെ ലോക്കൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ നിന്ന് ഒരു എമൗണ്ട് ചാർജ് ചെയ്യാം. ഇതാണ് സെഗ്മെൻറ്റ് 1. അപ്പോൾ ഇവിടെ പ്രൈസൊക്കെ ലോക്കൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ്, നമുക്ക് വലിയ റോളൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതാണ് സിറ്റുവേഷനാണ്. ഇനി നമ്മൾ സെഗ്മെൻറ്റ് 2 പോയാൽ അവിടുത്തെ സിറ്റുവേഷൻ എന്താ, ടി ലിമിറ്റഡ് ഓപ്പറേറ്റ് ബസ്സസ് ഫ്രം വൺ സിറ്റി ടു അനദർ. Prices are set by T Limited on the basis of service provided, deluxe, luxury, superior. ഇപ്പം നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂരേക്കും അല്ലെങ്കിൽ കുറച്ച് അകലെയുള്ള ഡിസ്റ്റൻസിലേക്ക് സെമി സ്ലീപ്പർ ഒക്കെ പല ടൈപ്പ് ഓഫ് ബസ് കാണാറില്ലേ. അപ്പോൾ സാധാരണ നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് പോലെയല്ല. ഇപ്പോൾ സ്ലീപ്പർ ആണെങ്കിൽ അതിന് ചാർജ് കൂടുതലായിരിക്കും, സെമി സ്ലീപ്പർ ആണെങ്കിൽ കുറച്ചുകൂടി കുറവായിരിക്കും. എ സി ആണോ നോൺ എ സി ആണോ ഇതനുസരിച്ച് പ്രൈസ് വിൽ ബി ഡിഫറെൻറ്റ്. ആ ബസ്സുകാരാണ് പ്രൈസ് തീരുമാനിക്കുക. അങ്ങനത്തെ സെഗ്മെൻറ്റാണ് രണ്ടാമത്തെ സെഗ്മെൻറ്റ്. ഇനി മൂന്നാമത്തെ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സ്കൂളിനൊക്കെ ബസ് ഓടാൻ വേണ്ടി സ്കൂൾ ബസ് ആയിട്ടൊക്കെ ഓടാൻ വേണ്ടി ലോങ് ടേം ലീസ് അറേഞ്ച്മെൻറ്റ്സ് ആയിട്ട് കൊടുത്തേക്കുവാണ്. അങ്ങനെ ലീസിന് കൊടുത്തേക്കുന്നതാണ് തേർഡ് സെഗ്മെൻറ്റ്. ഇനി അതിൽ അവർ പറയുന്നു, വൈൽ സെഗ്മെൻറ്റ് 1 ഹാസ് ബീൻ ഷോയിങ് സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈൻ ഇൻ പ്രോഫിറ്റബിലിറ്റി, സെഗ്മെൻറ്റ് 2 ഈസ് പെർഫോമിംഗ് വെൽ ഇൻ റെസ്പെക്ട് ഓഫ് ഹയർ റവന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് മാർജിൻസ്. The management of the company is not sure why is this segment information relevant for users when they should only be concerned about returns from overall business. They would like to aggregate segment 1 and segment 2 for reporting under operating segment. അപ്പം മാനേജ്മെൻറ്റിൻ്റെ ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുക. സെഗ്മെൻറ്റ് 1ൻ്റെ പ്രോഫിറ്റ് താന്നുകൊണ്ടിരിക്കുകയാണ്, സെഗ്മെൻറ്റ് 2ന് പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഇൻവെസ്റ്റേഴ്സിന് ഇതറിയും. ഓക്കെ, പക്ഷേ ഈ സെഗ്മെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് എന്തിനാ അറിയുന്നത്? മൊത്തത്തിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഹാപ്പി ആവേണ്ടതല്ലേ. അപ്പോൾ വെറുതെ എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്നാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു വ്യൂ. ഓക്കെ, അതുകൊണ്ട് അവർ സെഗ്മെൻറ്റ് 1ഉം സെഗ്മെൻറ്റ് 2ഉം കൂടി അഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഓഡിറ്റിങ്ങിൽ ഫ്രോഡിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സംഭവമൊക്കെ ഒന്ന് ആലോചിക്കണം. ഓക്കെ, ഫ്രോഡ് എന്ന് പറയുന്ന സംഭവങ്ങൾ വരുമ്പോൾ എപ്പോഴൊക്കെയാണ് ഫ്രോഡ് വരിക, അല്ലെങ്കിൽ ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രോഡ് അതിനുള്ള പോസിബിലിറ്റി വരിക? 3 ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാകും. ഒരു ഫ്രോഡ് നടക്കണമെങ്കിൽ 3 ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാവണം എന്നാണ് സാധാരണ പറയാറ്. ഒന്ന്, ദർ ഷുഡ് ബി സം ഓപ്പർച്യൂണിറ്റി. സെക്കൻഡ്ലി, ദർ ഷുഡ് ബി സം പ്രഷർ. ആൻഡ് ദർ ഷുഡ് ബി സം രാഷണലൈസേഷൻ. ഓക്കെ, ദർ ഷുഡ് ബി സം opportunity, there should be some pressure and there should be some rationalization. ഈ ചെയ്യുന്നൊന്നും വലിയ പ്രശ്നമല്ല എന്ന് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ദർ ക്യാൻ ബി എൻ ഇഷ്യൂ. ഓക്കെ, ഇതാണ് ആ ഒരു ഫ്രോഡ് ട്രയാങ്കിൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. സോ ഇത് വായിച്ച ആദ്യം തോന്നുന്ന അങ്ങനത്തെ ഒരു സാധനമാണ്.
അപ്പം മൊത്തത്തിൽ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കുഴപ്പമില്ലല്ലോ, പിന്നെ ഇതൊക്കെ കൊടുക്കുന്നതിൽ എന്താ. അപ്പോൾ അവർ ആ ക്ലബ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുവാണ്. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടെന്ന് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ദിസ് ഇസ് ദ വേ ഇൻ വിച്ച് വി ഷുഡ് തിങ്ക് വെൻ ഇറ്റ് കംസ് ടു ഓഡിറ്റ് പെർസ്പെക്റ്റീവ്, വെൻ ഇറ്റ് കംസ് ടു എ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മളുടെ റിക്വയർമെൻറ്റ് ഇതാണ്: സ്റ്റേറ്റ് വെദർ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു അഗ്രിഗേറ്റ് സെഗ്മെൻറ്റ് 1 ആൻഡ് സെഗ്മെൻറ്റ് 2 വിത്ത് റെഫറൻസ് ടു Ind AS 108 ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്, ആൻഡ് ഓൾസോ ഡിസ്കസ് ഇൻ ദി എബോവ് കോണ്ടെക്സ്റ്റ് whether disclosure of segment information is relevant to an investor's appraisal of financial statements. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇവിടെ അഗ്രഗേറ്റ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ആണോ? രണ്ട്, ഈ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ അപ്രൈസൽ ഫോർ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെലവൻ്റ് ആണോ? അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഇവിടെ അപ്രോപ്രിയേറ്റ് ആണോ ഇതിനെ അഗ്രഗേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മളുടെ അഗ്രഗേഷൻ ക്രൈറ്റീരിയ പറയുന്നത്? അഗ്രഗേഷൻ ക്രൈറ്റീരിയ 3 സിറ്റുവേഷൻസ്, 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്താലാണ് സെഗ്മെൻറ്റിനെ അഗ്രഗേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഒന്ന്, സെഗ്മെൻറ്റിൻ്റെ ഈ അഗ്രഗേഷൻ ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദി കോർ പ്രിൻസിപ്പിൾ. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദി കോർ പ്രിൻസിപ്പിൾ. എൻറ്റിറ്റി ഏതൊക്കെ ബിസിനസ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് നടത്തുന്നു, ഏതൊക്കെ ഏരിയയിൽ ഓപ്പറേഷൻ നടത്തുന്നു, അതിൻ്റെ നേച്ചറും ഫിനാൻഷ്യൽ ഇഫക്റ്റും യൂസേഴ്സിന് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഫിനാൻഷ്യൽസ് വരണം. ദാറ്റ് ഈസ് യുവർ കോർ പ്രിൻസിപ്പിൾ. ശരിയല്ലേ? അപ്പോൾ സെഗ്മെൻറ്റ് 1 ലോക്കൽ അതോറിറ്റിയുടെ റെഗുലേഷൻ പ്രകാരം ടെൻഡറിങ് പ്രോസസ് ഒക്കെ നടത്തി നമ്മൾ ബസ് ഓടിക്കുന്നു. ഇനി സെഗ്മെൻറ്റ് 2 നമ്മളുടെ സിറ്റി ടു സിറ്റി ട്രാവലാണ്, ഇൻ്റർസിറ്റി ട്രാവലാണ്. അവിടെ ഈ റെഗുലേഷൻസ് ഒന്നും ഇല്ല. അപ്പം ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിനെ അഗ്രഗേറ്റ് ചെയ്യുമ്പോൾ ഇത് കോർ പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആവും. ഇവിടെ നമ്മളുടെ റെഗുലേറ്ററി എൻവിറോൺമെൻറ്റ് സെയിം അല്ല. ഇവിടെ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമേഴ്സ് സെയിം അല്ല. ഇപ്പം ലോങ് ടേമിലേക്ക്, ലോങ് ഏരിയയിലേക്ക് നമ്മൾ ഡിസ്റ്റൻസ് ട്രാവലൊക്കെ നടത്തുമ്പോൾ അവിടെ കംഫർട്ട് കാര്യങ്ങൾ കൂടുതൽ നോക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ്. നേരെ മറിച്ച് ഈ പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് വരുമ്പോൾ ഡെയിലി കമ്മ്യൂട്ടേഴ്സ് ആയിരിക്കും. ഒന്ന് രാവിലെയും വൈകിട്ടും പോയി വരിക എന്നുള്ളതായിരിക്കും. കംഫർട്ടിനേക്കാളും ദേ നീഡ് ടു ബി ഓൺ ടൈം. അവരുടെ പ്രിഫറൻസസ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ബേസിക്കലി ഇത് രണ്ടും സിമിലർ ഇക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതോ സെയിം നേച്ചർ ഓഫ് പ്രോഡക്റ്റ്, നേച്ചർ ഓഫ് സർവീസ് ഉള്ള സെഗ്മെൻ്റ് അല്ല. അപ്പോൾ ഈ അഗ്രഗേഷൻ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് അല്ല. ഒന്നാമത്തെ സംഭവം. ഇനി അഗ്രഗേഷൻ നടത്തി കൊടുക്കുന്നതും ഈ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇത് യൂസേഴ്സിന് എത്രത്തോളം റെലവൻ്റ് ആണ് എന്ന പേഴ്സ്പെക്റ്റീവിൽ ചോദിച്ചാൽ, ബേസിക്കലി നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് ആയിട്ടുള്ള ഏതൊരു ഇൻഫർമേഷനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പാർട്ടായിട്ട് വേണം. നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് റെലവൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതിൽ റെലവൻസിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ടാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ബിസിനസ് ഏതൊക്കെ സെഗ്മെൻറ്റിൽ നടക്കുന്നു, എത്രത്തോളം വോളിയം അതിൻ്റെ ഉണ്ടെന്ന് മനസ്സിലായാലല്ലേ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പോളിസിയുടെ ഇമ്പാക്റ്റ് വരുന്നു, എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസ് മാറുന്നു, ഹൗ ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് അവർ ബിസിനസ് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാവുക. അതുപോലെ തന്നെ ഏതൊക്കെയാണ് പ്രോഫിറ്റബിൾ, ഏതൊക്കെയാണ് ലോസ് മേക്കിംഗ് അറിഞ്ഞാലല്ലേ ഇപ്പം ഇൻവെസ്റ്ററുടെ അപ്രൂവൽ വേണ്ട ഏതെങ്കിലും ഡിസിഷൻ വരുവാണെങ്കിൽ ഇൻവെസ്റ്ററിന് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് കമൻറ്റ് പറയാൻ പറ്റുക. അപ്പോൾ ഇൻവെസ്റ്റർ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഓരോ ബിസിനസ് ആക്ടിവിറ്റി, അത് തിരിച്ചുള്ള സെഗ്മെൻറ്റ് തിരിച്ചുള്ള ഇൻഫർമേഷൻ ദാറ്റ് വിൽ ഗീവ് മോർ ഇൻസൈറ്റ് ഇൻ ടു ദി ഓപ്പറേഷൻസ് ഓഫ് ദാറ്റ് കമ്പനി. അതുപോലെ തന്നെ ആ എൻറ്റിറ്റിയിൽ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്, ദാറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇവാലുവേറ്റഡ്, ദേ വിൽ ബി എക്സ്പോസ്ഡ് ടു ദാറ്റ്. സോ ഇറ്റ് വിൽ ഗീവ് മോർ റെലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ ദെയർ ഡിസിഷൻ മേക്കിംഗ്. So it is a very, very, very important point when it comes to an investor's appraisal of financial statements. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിരിക്കുന്ന ആൻസർ ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ, ആദ്യം ആ ഒരു ക്രൈറ്റീരിയ പറയുവാണ്. Ind AS 108 operating segment requires operating segments to be aggregated to present a reportable segment if the segments have similar economic characteristics and segment are similar in each of the following aggregation criteria: nature of product and service, nature of production process, type of customer for their products or service, method used to distribute the products or provide services, if applicable, nature of regulatory environment. While the products or services are similar, the customer for those products and services are different. In segment 1, the decision to award the contract is in the hands of local authority, which also sets the price and pays for the services. The company is not exposed to passenger revenue risk. നമ്മൾ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്കുള്ളതല്ല. നമ്മൾ എന്താണ്, കോൺട്രാക്ട് എടുത്തിട്ട് ഒരു എത്ര കിലോമീറ്റർ ഓടിയെന്നനുസരിച്ച് ലോക്കൽ അതോറിറ്റിയിൽ നിന്നാണ് നമ്മളുടെ റവന്യൂ മേടിക്കുക. കമ്പനീസ് അവിടെ ഏതാണ്, ഈ പറയുന്ന പാസഞ്ചർ കുറഞ്ഞാലും കൂടിയാലും ഒന്നും കമ്പനിക്ക് നഷ്ടമില്ല അവിടെ. ഓക്കെ, ഇനി ഓൺ ദി അതർ ഹാൻഡ്, ഇൻ ഇന്റർസിറ്റി സെഗ്മെന്റ്, കസ്റ്റമർ ഡിറ്റർമൈൻസ് വെദർ എ ബസ് റൂട്ട് ഈസ് ഇക്കണോമിക്കലി വയബിൾ by choosing whether or not to buy the ticket. T Limited sets the ticket price, but it will be affected by customers' behavior or feedback. T Limited is exposed to passenger revenue risk as it sets the price which customer may or may not choose to pay. അപ്പോൾ നമ്മൾ ആദ്യം പറയാത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ആൻസറിലുണ്ടല്ലേ. അതായത് നമ്മൾ പറഞ്ഞപ്പോൾ ഏതാണ്, കസ്റ്റമറിൻ്റെ പ്രിഫറൻസസ് വിൽ ബി ഡിഫറെൻറ്റ്. അവരെന്ത് രീതിയിൽ ചിന്തിക്കും, അപ്പോൾ ടൈപ്പ് ഓഫ് കസ്റ്റമർ വിൽ ബി ഡിഫറെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ഗിവിങ് മോർ ഇൻസൈറ്റ്സ് ഇൻ ടു ദിസ്. ഇവിടെ ഒരിടത്ത് ഫസ്റ്റ് സെഗ്മെൻറ്റിൽ പാസഞ്ചർ കുറഞ്ഞാലും കൂടിയാലും ഒന്നും കമ്പനിക്ക് റിസ്ക് ഇല്ല. ഓക്കെ, കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ അതോറിറ്റിയിൽ നിന്ന് പെർ കിലോമീറ്റർ ഓടിയതിനാണ് നമുക്ക് റവന്യൂ കിട്ടുക. രണ്ടാമത്തേത് അങ്ങനെയല്ല, നമ്മൾ ഓടിക്കുന്ന റൂട്ടാണ്. അവിടുത്തെ സിറ്റുവേഷൻ എന്താ, നമുക്ക് ആള് കയറിയാലേ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, ആള് കയറിയില്ലേ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ദിസ് ഇസ് ദി സിറ്റുവേഷൻ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും നേച്ചർ ഓഫ് കസ്റ്റമർ ഇസ് ഡിഫറെൻറ്റ്, കസ്റ്റമർ പ്രിഫറൻസസ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ നോക്കിയേ, ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ദാറ്റ് മേക്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് more useful to investors. In making investment decision, the investors and creditors consider the returns they are likely to make on their investment. This requires assessment of amount, timing and uncertainty of future cash flows of T Limited, as well as management stewardship of T Limited's resources. How management derives profit is therefore relevant information to investor. So എവിടെ നിന്നൊക്കെ പ്രോഫിറ്റ് വരുന്നു, അത് തിരിച്ചുള്ള ഇൻഫർമേഷൻ ദാറ്റ് ഈസ് വെരി റെലവൻറ്റ് ഫോർ ദം. Inappropriately aggregating segment reduces the usefulness of segment disclosures to investors. Ind AS 108 requires information to be disclosed that is not readily available elsewhere in the financial statements. Therefore, it provides additional information which aids investors' understanding of how business operated and it is managed. In T Limited's case, if the segments are aggregated, then the increased profit of segment 2 will hide the decreased profit in segment 1. However, the fact that profits have sharply declined in segment 1 would be of interest of investors, and it may suggest that future cash flows from this segment are at risk. It is not mandatory to aggregate segment. An entity, if desires, can disclose separately information about segment that meets all the criteria. However, with regard to upper limit on number of segments to be reported, the entity should consider whether a practical limit have reached. ഇതാണ് ഈ ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തേക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസറിലുള്ള പോയിൻറ്റ്സ് ഒക്കെ വളരെ നല്ലതാണ്. ഓക്കെ, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. Whether it is appropriate to aggregate segment 1 and segment 2 with reference to Ind AS 108 എന്നുള്ളതാണ് ഫസ്റ്റ് റിക്വയർമെൻറ്റ്. അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്ന് എടുത്തെവിടെയും പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? ഈ ആൻസർ എടുത്ത് നോക്കിയാൽ ഇനപ്രോപ്രിയേറ്റ്ലി അഗ്രിഗേറ്റിംഗ് ആണെങ്കിൽ ഡിസ്ക്ലോഷേഴ്സിന് പ്രശ്നമുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഈ കോണ്ടെക്സ്റ്റിൽ അത് അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് എടുത്തു പറയുന്നില്ല. ഓക്കെ, അവിടെ അഗ്രിഗേറ്റ് ചെയ്താൽ പ്രോഫിറ്റ് ഒരെണ്ണത്തിൻ്റെ ഹൈഡ് ചെയ്യും, വേറെണ്ണത്തിൻ്റെ ഏതാണ് അഡ്ജസ്റ്റഡ് ആവും, അപ്പോൾ ഏതാണ് ക്യാഷ് ഫ്ലോ വിൽ ബി അറ്റ് എ റിസ്ക് എന്ന് പറയുന്നുണ്ട്. ബട്ട് അതിനൊരു കൺക്ലൂസീവ് മാർക്ക് കൊടുത്തിട്ടില്ല. അപ്പം ഇവിടെ ഇറ്റ് ഈസ് ഇനപ്രോപ്രിയേറ്റ് ടു
ഏതാണ് അഗ്രഗേറ്റ് എന്നുള്ള കൺക്ലൂസീവ് റിമാർക്ക് ഷുഡ് ബി ദെയർ ഇൻ യുവർ ആൻസർ. അപ്പം ഞാൻ ഇതിന് ആൻസറായിട്ട് നമ്മളിപ്പം എഴുതാനായിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന എന്താ, ഒന്ന് ഇവാലുവേഷൻ ഓഫ് വെദർ അഗ്രഗേഷൻ ഈസ് അപ്രോപ്രിയേറ്റ്, ഒരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക, എന്നിട്ട് അവസാനം ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ആസ് പെർ ഇൻഡേസ് 108 എന്ന കൺക്ലൂഷനിലേക്ക് എത്തുക. ഫസ്റ്റ് ലിംബ് ഓഫ് യുവർ ആൻസർ. സെക്കൻഡ്ലി അടുത്ത സബ് ഹെഡിങ് കൊടുക്കുക, ഇത് ഇമ്പോർട്ടൻസ് ഓഫ് സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ ഇൻ ദി ഇൻവെസ്റ്റേഴ്സ് അപ്രൈസൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അടുത്ത ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ താഴെ ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് ആണ്, അവർക്ക് എങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്ന് മനസ്സിലാവണം, മാനേജ്മെൻറ്റ് സ്റ്റിവാർഡ്ഷിപ്പ് മനസ്സിലാവണം, ഫ്യൂച്ചർ ഇഫക്ട്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് മനസ്സിലാക്കണമെങ്കിൽ അത് പറ്റും, ക്യാഷ് ഫ്ലോസ് അറ്റ് റിസ്ക് ആണോ അല്ലയോ ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം. ഈ രീതിയിൽ ആൻസർ ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ അണ്ടർസ്റ്റാൻഡബിൾ ടു ദി വാല്യുവർ ആൻഡ് യു ക്യാൻ ഓൾസോ ഗെറ്റ് മോർ മാർക്സ്. ബട്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന ഈ രീതിയിൽ പോയാൽ പോയിൻറ്റ്സ് എല്ലാം ഉണ്ട്, ബട്ട് ദി ആൻസർ ഇസ് ഇൻകംപ്ലീറ്റ്. ഓക്കെ, നമ്മൾ ആൻസർ എപ്പോഴും എഴുതുമ്പോൾ വാട്ട് ഈസ് ദി റിക്വയർമെൻറ്റ്, ആ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. അത് മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസറിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളുടെ പ്രാക്ടീസ് മാനുവൽ നോക്കിയാൽ ദാറ്റ് വിൽ ബി ദെയർ, ഇത് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഐ വിൽ ബി റൈറ്റിംഗ് ദെയർ. ഓക്കെ, യു ക്യാൻ റെഫർ ടു ദാറ്റ്. ഓക്കെ, താങ്ക് യു.